ദുരന്തത്തിന്റെ കരിനിഴിൽ നിന്ന് കരകയറാൻ പാടുപെടുന്ന ഒരു ജനതയുടെ കഥയാണിത്. മുണ്ടക്കൈ ചൂരന്മല ദുരന്തം ഒരു വർഷം മുമ്പ് അവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചപ്പോൾ പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ പോലും അലിഞ്ഞുപോയെന്ന് അവർ ഭയന്നു. പ്രകൃതിയുടെ സംഹാര താണ്ഡവം അവരുടെ വീടുകൾ തകർത്തെറിഞ്ഞു, കൃഷിയിടങ്ങൾ ഇല്ലാതാക്കി, ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും കവർന്നെടുത്തു. എന്നാൽ അതിലും വലിയൊരു ഭാരം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ. ദുരന്തമുഖത്ത് നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട അവർക്ക് ഈ വായ്പകൾ ഒരു പേടി സ്വപ്നമായി മാറി. എങ്ങനെ തിരിച്ചടയ്ക്കും, ഇവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ചോദ്യങ്ങൾ അവരെ നിരന്തരം വേട്ടയാടി. അവരുടെ കണ്ണീരിന് സാക്ഷിയായി കേരള ഹൈക്കോടതി രംഗപ്രവേശനം ചെയ്തു. ദുരിതബാധിതരുടെ വേദന മനസ്സിലാക്കിയ കോടതി ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. ദുരന്തം സംഭവിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തത്? ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. ഓഗസ്റ്റ് 13-നകം ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കണമെന്നും കേരള ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളിയ മാതൃക പിന്തുടരണമെന്നും കോടതി കർശനമായി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയുടെ ഈ ഉറച്ച നിലപാട് ദുരിതബാധിതർക്ക് ഒരു പുത്തൻ പ്രതീക്ഷ നൽകി. തങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവർക്ക് വലിയ ആശ്വാസമായി. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ദുരിതബാധിതർക്ക് ഒപ്പമായിരുന്നു. കേന്ദ്രത്തിന്റെ ഒരു വ്യക്തമായ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് അവർ ഹൈക്കോടതിയെ അറിയിച്ചു. കാരണം ആ തീരുമാനം തങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു.